ഹലോ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് നമ്മൾ അധിക പേരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്. പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകാനുണ്ടായ കാരണം ഈ മിസ്റ്റേക്ക് വരുത്തിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ നേരത്ത് ഒരു കസ്റ്റമറിന് അത്യാവശ്യം വേണ്ടത് ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റാണ്. വില കുറഞ്ഞ പ്രൊഡക്റ്റ് കൊടുത്താലേ കസ്റ്റമേഴ്സ് എടുക്കുമെന്ന് കരുതി ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് മാർക്കറ്റിലായിട്ട് ഇറക്കാൻ നോക്കും. പലരുടെയും ലോഞ്ചിങ് സ്ട്രാറ്റജി ഇത് തന്നെയാണ്. മറ്റുള്ളവർ എത്ര രൂപക്കാണ് വിൽക്കണമെന്ന് നോക്കിയിട്ട് എനിക്ക് അതിനേക്കാൾ താത്തി വിൽക്കാൻ സാധിക്കുമെന്ന് കരുതി പ്രൊഡക്റ്റ് എടുക്കും. അവരേക്കാൾ വില കുറച്ച് കൊടുത്ത് വോളിയത്തിൽ പിടിക്കാമെന്നാണ് പലരും പറയാറ്. കൂടുതൽ ഓർഡർ വരാൻ നേരത്ത് കുറഞ്ഞ ലാഭമുള്ളെങ്കിലും കുഴപ്പമില്ല, കൂടുതൽ ഓർഡർ വരാൻ നേരത്ത് കൂടുതൽ വോളിയം വരാൻ നേരത്ത് അതിനനുസരിച്ച് ലാഭം കൂടിക്കോളൂ എന്ന് കരുതിയിട്ടാണ് പലരും ഇത് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂടുതൽ ഓർഡർ വരാൻ നേരത്ത് അതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റും കൂടുന്നുണ്ട്. കോസ്റ്റും കൂടി വരും. കോസ്റ്റ് കൂടുന്നുണ്ട്, പക്ഷെ പ്രൈസ് അപ്പോഴും കൂട്ടാൻ വേണ്ടി നമ്മൾ തയ്യാറാവണില്ല. അപ്പോൾ വീണ്ടും ലാഭം ഇടിയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റിന് മാത്രമല്ല സാധ്യതയുള്ളത്, അല്ലെങ്കിൽ കുറഞ്ഞ വില നോക്കി മാത്രമല്ല കസ്റ്റമർ എടുക്കുന്നത്. നമ്മുടെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ മൊബൈൽ ഫോണാണോ ഉപയോഗിക്കുന്നത്? ഏറ്റവും വില കുറഞ്ഞ വാച്ചാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അല്ല, നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രൊഡക്റ്റിനേക്കാളും അതിനേക്കാളും വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു? നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാച്ചിനേക്കാളും വില കുറഞ്ഞ വാച്ച് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് പിക്ക് ചെയ്തു? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിലയല്ലാതെ മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ കൂടി ഉണ്ട് ഒരു കസ്റ്റമറുടെ പർച്ചേസിങ് ഡിസിഷനിൽ. വില മാത്രമല്ല ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ ഹെൽപ്പ് ചെയ്യണത്. വേറെ എന്തൊക്കെയോ കൂടി നോക്കിയിട്ടാണ് കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റ് വാങ്ങണത്. അത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ വില കൂടാതെ വില മാത്രമേ ഉള്ളൂ, വില മാത്രമാണ് നമ്മളുടെ ഒരേ ഒരു സ്ട്രാറ്റജിങ്. അവിടെ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി, കുറച്ച് പേര് ഇന്ന വിലക്ക് വിൽക്കണ കണ്ടു. അവരുടെ വിലേനേക്കാൾ കുറച്ച് വിൽക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളല്ല ഏറ്റവും അവസാനം ഇറങ്ങുന്ന ആൾ. നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ശേഷം വീണ്ടും ആളുകൾ വരും, വീണ്ടും സെല്ലേഴ്സ് വരും. ഇതേ മണ്ടൻ സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് പുതിയ പുതിയ ആളുകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അവരുടെയും സ്ട്രാറ്റജി ഇതാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവർ വില കുറച്ചു, നിങ്ങൾ വില കുറച്ചാണ് ആദ്യം ഇറക്കിയത്. അപ്പോൾ അവർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്ത് അവർ വില കുറച്ചു. ഇപ്പം നിലവിൽ ഏറ്റവും വില കുറച്ച് വെക്കുന്ന ആളാരാണ്? പുതിയതായിട്ട് വന്ന ആൾ. അപ്പം നിങ്ങൾ അവരുടെ മേളിലാണ്. ഇനി വേറെ ഒരാളും കൂടി ഇറങ്ങാൻ നേരത്തോ നിങ്ങൾ 2 തട്ട് മേളിലാണ്. അപ്പം നിങ്ങളുടെ ഒരേ ഒരു സ്ട്രാറ്റജി ഇതാണെങ്കിൽ, പുതിയൊരു സെല്ലർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്ത്, പുതിയൊരു സ്ഥാപനം മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്ത് വില കുറച്ച് നിങ്ങളെക്കാൾ വില കുറച്ച് വിറ്റുകൊണ്ട് സ്ഥാപനം നിങ്ങളുടെ കോമ്പറ്റീഷനായിട്ട് വരാൻ നേരത്ത് നിങ്ങളുടെ ആ സ്ട്രാറ്റജി കംപ്ലീറ്റ് പൊളിയും. ഒരേ ഒരു സ്ട്രാറ്റജി വില കുറച്ച് വിൽക്കുക എന്നുള്ള ഈ സ്ട്രാറ്റജി പിടിച്ചാലുള്ള മെയിൻ പ്രോബ്ലം ഇതാണ്. പുതിയതായിട്ട് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കംപ്ലീറ്റ് നശിച്ചു. കാരണം ഒരേ ഒരു സ്ട്രാറ്റജി ഇതേ ഉള്ളൂ. നിങ്ങളെ കസ്റ്റമർ പിക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വില കുറച്ച് വിൽക്കലാണ്. പുതിയതായിട്ട് ഒരാൾ അതിലും കുറച്ച് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കസ്റ്റമർ നഷ്ടമാവും. ഈ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകാനുണ്ടായ കാരണം തീരെ ലാഭമില്ലാതെ ബിസിനസ് റൺ ചെയ്തിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് എടുത്തിട്ടേ നമ്മൾ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് അത് നമ്മൾ എന്തായാലും കൃത്യമായിട്ട് എടുത്തിരിക്കണം. നമ്മളുടെ കോസ്റ്റ് ഇതാണെന്ന് വിചാരിക്കുക. നമ്മളുടെ കോസ്റ്റ് ഇത്, പ്രൈസ് ഇത്. ഈ കോസ്റ്റും പ്രൈസും തമ്മിൽ ഒരുപാട് അടുത്ത് വരാൻ പാടില്ല. വേണ്ടത്ര അകലം പാലിച്ചിട്ടാണ് നിങ്ങൾ എപ്പോഴും സെല്ല് ചെയ്യേണ്ടത്. കോസ്റ്റ് ഇത്, പ്രൈസ് ഇത്, ഇതിൻ്റെ ഡിഫറൻസ് ആണല്ലോ നമ്മുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും വളരെ അടുത്താണ് ഇരിക്കുന്നത്. ഇങ്ങനെ അടുത്തിരിക്കാൻ നേരത്ത് നമ്മുടെ പ്രോഫിറ്റ് ശരിക്കും ഇടുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ പ്രോഫിറ്റ് ഇടുങ്ങി നിന്നുള്ള പ്രശ്നം എന്നാൽ പലരും ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സെനാരിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറങ്ങുമ്പോൾ തന്നെ വളരെ ഇടുങ്ങിയ പ്രൈസിൽ ഇറക്കും. അതായത് കോസ്റ്റ് ഇവിടെ നിൽക്കുന്നു, പ്രൈസ് ഇവിടെ നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ ഗ്യാപ്പാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തമ്മിൽ നല്ല അകലം വേണം. നല്ല അകലം ഉണ്ടായാലാണ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു സെനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സെല്ലേഴ്സ് വരുത്തണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കോസ്റ്റ് ഇത്, പ്രൈസ് ഇത്. ഈ കോസ്റ്റ് കയറുന്നതിനനുസരിച്ച്, കോസ്റ്റ് കയറുമ്പോൾ ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ്. ഈ കോസ്റ്റ് കയറുന്നതിനനുസരിച്ച് അവർ പ്രൈസ് കൂട്ടാൻ പഠിക്കും. പ്രൈസ് കൂട്ടിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രോഫിറ്റ് കുറഞ്ഞു വരികയാണ്. അത് വേറൊരു സെനാരിയാണ്. കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് പേടിയാണ്, പ്രൈസ് കൂട്ടില്ല. ഇങ്ങനെ കോസ്റ്റ് കൂടിക്കൊണ്ടിരുന്നാലും നമ്മളുടെ ആ ഗ്യാപ്പ് കുറയാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ആ അകലം കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് നമ്മളൊരു നല്ലൊരു ബിസിനസ്സുകാരെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ അകലം കുറയും തോറും ഈ കോസ്റ്റ് പ്രൈസിനോടടുത്താലും പ്രൈസ് കോസ്റ്റിനോടടുത്താലും അപകടമാണ്. ഇത് തമ്മിൽ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിയെന്നാണ് അർത്ഥം. ആ ബിസിനസ് പൊളിഞ്ഞു എന്നാണ് അർത്ഥം. നമുക്ക് ലാഭമൊന്നുമില്ല. അപ്പോൾ അകലം, ആവശ്യത്തിനുള്ള അകലം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക.
മറ്റൊരു സെനേരിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഇവിടെ സ്റ്റേബിൾ ആണ്, കോസ്റ്റിലൊരു മാറ്റവുമില്ല. എന്നിട്ടും പ്രൈസ് കട്ട് ചെയ്ത് വീണ്ടും കുറയ്ക്കും, ഒരു 10% അങ്ങ് കുറയ്ക്കും, 5% അങ്ങ് കുറയ്ക്കും. അപ്പോഴും ഇവിടെ അടുത്തേക്ക് വരികയാണ്. ഇത് തമ്മിൽ ഒരിക്കലും അടുക്കാൻ പാടില്ല, വേണ്ടത്ര അകലം പാലിച്ച് നിർത്തിക്കോളാം, അല്ലെങ്കിൽ അപകടമാണ്. ഇത് തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് പൊട്ടിയതാണ്. കോസ്റ്റും നമ്മളുടെ പ്രൈസും തമ്മിൽ വേണ്ടത്ര അകലം നമ്മൾ പാലിക്കണം, ഇല്ലെങ്കിൽ ആ ബിസിനസ് പരാജയത്തിലേക്ക് വരും. ഗ്രോസ് മാർജിൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടണം. ഇതിങ്ങനെ ചെയ്യാതെ പ്രൈസ് മാത്രം ഫോക്കസ് ചെയ്താലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിക ആളുകളും വില ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വില ഇട്ടു എന്ന് നോക്കിയിട്ടാണ്. അത് നല്ലൊരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഒരുപാട് കൂടി പോകാൻ പാടില്ല, അതും സത്യം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർ ഇടുന്ന വില നോക്കി അത് മാത്രം നോക്കി നമ്മളുടെ കോസ്റ്റ് പരിഗണിക്കാതെ, കോസ്റ്റും പ്രൈസും തമ്മിലുള്ള ഗ്യാപ്പ് പരിഗണിക്കാതെ വെറുതെ അവരിടുന്ന വില പോലെ നിങ്ങളും അങ്ങോട്ട് ഇട്ടാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു അബദ്ധം വരുത്തിയൊക്കെയാണെങ്കിൽ ആ അബദ്ധം നിങ്ങൾ ഫോളോ ചെയ്തെന്ന് അർത്ഥം. ആ അബദ്ധത്തിലൂടെ അവർ ബാങ്ക്രപ്റ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളും അതേപോലെ തന്നെ ബാങ്ക്രപ്റ്റ് ആയി പോകും. അവർ നേരെ ചൊവ്വന് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് ആ വില ഇട്ടെങ്കിൽ നിങ്ങളും പെടും, നിങ്ങളും ആ ബിസിനസ്സിൽ പരാജയപ്പെടും. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വില കുറച്ച് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ നേരത്തുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വില കുറയ്ക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിലക്കുറവ് കണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വില കുറയ്ക്കണത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈസ് കണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എടുക്കും. ഇതേപോലെ തന്നെ വേറൊരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്, വിലക്കുറവ് കണ്ടു കഴിഞ്ഞാൽ ആ പരിസരത്തേക്ക് അടുക്കാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. വിലക്കുറവിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ആ പരിസരത്തേക്ക് ആ കസ്റ്റമേഴ്സ് വരില്ല, കാരണം അവരുടെ മനസ്സിൽ സംശയം വരും, ക്വാളിറ്റിയിൽ സംശയം വരും, മറ്റു കാര്യങ്ങളിൽ സംശയം വരും. വിലക്കുറവ് കണ്ട് എടുക്കുന്ന പോലെ തന്നെ വിലക്കുറവ് കണ്ട ആ പരിസരത്തേക്ക് വരാത്തൊരു വിഭാഗം കസ്റ്റമേഴ്സും കൂടി ഉണ്ട്, അവരെ നമ്മൾ പരിഗണിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബെന്ലി കാറ് നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയണം, പുതുപുത്തൻ ബെന്ലി കാറ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പോകണം, 10 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സംശയിക്കും. കാരണം ബെന്ലി ഒരു ലക്ഷറി ക്ലാസ് വെഹിക്കിളാണ്, അതൊരിക്കലും നമുക്ക് 10 ലക്ഷം രൂപക്ക് കിട്ടൂല എന്നറിയാം. പുതുപുത്തൻ കാറ് ഒരാൾ എന്നിട്ടും നമ്മുടെ അടുത്ത് പറയണം 10 ലക്ഷം തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ കാറിൻ്റെ അടുത്ത് നിന്നൊന്ന് മുട്ടിയൊക്കെ ഒന്ന് നോക്കും, വല്ല തെർമോക്കോളാണോ എന്നൊക്കെ, ഇത് ഒറിജിനലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അലോയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. എന്തോ പ്രശ്നം ഇതിനുണ്ട്, കാരണം ഈ വിലക്ക് ഇത് ഒരിക്കലും കിട്ടൂല. പിന്നെ എങ്ങനെയാണ് അവർ 10 ലക്ഷത്തിന് സെല് ചെയ്യണേ? അവർ നമ്മുടെ അടുത്ത് കീ തരും, ഓടിച്ചു നോക്കിക്കോളാൻ പറയും. നമ്മൾ ഓടിച്ചു നോക്കും, യഥാർത്ഥ പെർഫോമൻസ് തന്നെ അതിന് കിട്ടുകയും ചെയ്യും. എന്നാലും നമ്മുടെ ഉള്ളിലൊരു സംശയം ഉണ്ടാവും. അത് ഒറിജിനൽ ബെന്നി തന്നെയാണെങ്കിലും ഉള്ളിലൊരു സംശയം ഉണ്ടാവും നമുക്ക്. ഈ വില കുറവായതുകൊണ്ട് എന്തൊക്കെയോ ഇതിന് പ്രശ്നമുണ്ടെന്ന് ഒരു സംശയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഇതാണ് വില കുറച്ച് വെക്കുമ്പോൾ ഒരു പ്രശ്നം. എല്ലാ കസ്റ്റമറും ഈ കാറ്റഗറി പെട്ടതെന്നല്ല, ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സ് ശരിക്കും വില കുറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കൂല, ക്വാളിറ്റിയിൽ അവർക്ക് സംശയം വരും. പിന്നെ ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നമുക്കൊരു പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്താലാണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം നടത്തണം, ക്വാളിറ്റി ചെക്കിനും ഇതിനെല്ലാം സ്റ്റാഫിനെ ഹയർ ചെയ്യണം, നല്ല മെഷീനറികൾ വെക്കേണ്ട വരും. ചിലപ്പോൾ കുറഞ്ഞ മെഷീനറി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടൂല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം നല്ല രീതിയിൽ മാർജിൻ എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ബിസിനസ് ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വിലക്കുറവ് കണ്ട് ആകൃഷ്ടരായിട്ട് വന്ന കസ്റ്റമറെ പോലെ തന്നെ വിലക്കുറവ് കണ്ട അകന്നു പോണ കസ്റ്റമേഴ്സും ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ആ സെയിം കാറ്റഗറി പ്രൊഡക്റ്റ് മറ്റുള്ളവർ വില കുറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് മത്സരിക്കാൻ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളുടെ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, നമ്മളുടെ ആ ഹൈ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവരുമായിട്ട് മത്സരിക്കാനായിട്ട് നമുക്ക് മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ക്വാളിറ്റി, അതിൻ്റെ ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നല്ല സർവീസ് കൊടുത്തുകൊണ്ട് നമുക്കത് വേണമെങ്കിൽ ചെയ്യാം. നല്ല രീതിയിൽ അവർക്ക് സർവീസ് കൊടുത്തുകൊണ്ട് ആഫ്റ്റർ സർവീസും കാര്യങ്ങളും, എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ തന്നെ വന്ന് അത് എടുത്തുകൊണ്ട് പോയി റിപ്പയർ ചെയ്ത് വീണ്ടും വീട്ടിൽ കൊണ്ട് തരും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സർവീസ് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത നെക്സ്റ്റ് പർച്ചേസിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സർവീസുകൾ കൊടുത്തുകൊണ്ട് ആ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യിച്ച് നിർത്താം. പിന്നെ ഉള്ളതാണ് നമ്മളുടെ സെയിൽസ്മാൻഷിപ്പ്, നമ്മളുടെ പരസ്യം. നല്ല രീതിയിൽ നമ്മൾ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ പെർഫോമൻസും കാര്യങ്ങളും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ഓൺലൈനിലൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, കാര്യങ്ങൾ, കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതായത് കസ്റ്റമർക്ക്, എല്ലാ കസ്റ്റമേഴ്സിനും പ്രൊഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളണമെന്നില്ല. അവർക്ക് നിങ്ങളൊരു എഡ്യൂക്കേറ്ററായിട്ട് നിന്നുകൊണ്ട്, ഒരു സെയിൽസ്മാനിലുപരി ഒരു എഡ്യൂക്കേറ്ററായിട്ട് നിന്നുകൊണ്ട് പലർക്കും ഗൈഡൻസ് വേണം. എന്ത് വാങ്ങണമെന്ന് അവർക്കറിയില്ല. കാശുണ്ടായിരിക്കും, പക്ഷേ എന്ത് വാങ്ങണം, എന്താണ് ബെസ്റ്റ് എന്നുള്ളത് അവർക്കറിയില്ല. എന്താണ് ആ ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റും നിങ്ങളുടെ പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെ ഒരു എഡ്യൂക്കേറ്ററായിട്ട് മാറിയിട്ട് ഒരു സെയിൽസ്മാനിലുപരി
ഒരു എഡ്യൂക്കേറ്ററായിട്ട് മാറിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ നേരത്ത് നിങ്ങളുടെ ആ ഒരു പ്രസൻസിൽ, ആ ഒരു പ്രസൻറ്റേഷനിൽ വീണിട്ട് കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണം. എന്നാലാണ് നമുക്ക് വെറുതെ ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ഹൈ പ്രൈസിൽ വിൽക്കാൻ പറ്റില്ല. കാരണം കസ്റ്റമേഴ്സ് മണ്ടന്മാരല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പറയണ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. പറയണ കാര്യങ്ങൾ അതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം. നിങ്ങളുടെ ആ ഗ്രോസ് മാർജിൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു സംഗതിയാണ് നമ്മളുടെ ഈ മോഡേൺ യുഗത്തിൽ ഈ ഫാസ്റ്റ് ഡെലിവറി. പല കസ്റ്റമേഴ്സും, പല പ്രീമിയം കസ്റ്റമേഴ്സിൻ്റെ ഒരു കൺസേൺ ആണ് അവർ പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം കിട്ടുക എന്നുള്ളത്. കാരണം അവർക്ക് ഒരുപാട് ഒരാഴ്ച, 1.5 ആഴ്ച ഒന്നും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഫാസ്റ്റ് ഡെലിവറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കുറച്ച് പ്രീമിയം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു കൺസേൺ തന്നെയാണ്, ശരിയാണ്. പക്ഷെ പ്രൈസ് മാത്രം നോക്കിയിട്ടല്ല കസ്റ്റമേഴ്സ് വാങ്ങണത്. അതല്ലാത്ത കാറ്റഗറി കസ്റ്റമേഴ്സും നമ്മുടെ മാർക്കറ്റിലുണ്ട്. പ്രൈസ് കുറവ് കണ്ടു വരുന്ന പോലെ തന്നെ പ്രൈസ് കുറവ് കണ്ട വരാത്ത കസ്റ്റമേഴ്സും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രൈസ് കൂട്ടി വിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൽ പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് കസ്റ്റമേഴ്സിനെ വെച്ചുകൊണ്ട്. ചില കസ്റ്റമേഴ്സിന് ഈ പ്രൈസ് വിലക്കുറവ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വിചാരം ഈവൻ അത് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടിയും അതിനെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് അധിക കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു വിചാരമുണ്ട്. ഇതിൻ്റെ പഠനങ്ങൾ പലതും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഒരു വിഭാഗം കസ്റ്റമറെ എടുത്ത് പല വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു $10 ബൈ, ഒരു $100 ബൈ, രണ്ടും ഇവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തേക്കാണ്. $10 പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, $100 പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വില എഴുതിയിട്ടില്ല. അതിൽ വില എഴുതാതെ തന്നെ അവരോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. അങ്ങനെ ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നേരത്ത് വില എഴുതാതെ തന്നെ ഇത് ഇവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നേരത്ത് അധിക കസ്റ്റമേഴ്സും പറഞ്ഞത് $10 വൈനാണ് ടേസ്റ്റ് കൂടുതലെന്നാണ്. ഇതേ കസ്റ്റമറെ തന്നെ എടുത്തുകൊണ്ട് വില പ്രസൻറ്റ് ചെയ്തിട്ട്, അതായത് വില അതിൽ പ്രൈസ് ടാഗ് കൊടുത്തതിന് ശേഷം അവരോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അധിക കസ്റ്റമേഴ്സും പ്രൈസിലേക്ക് ആദ്യം നോക്കും. വൈൻ്റെ താഴെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് $10, ഒന്ന് $100. അങ്ങനെ $100 വൈൻ ടേസ്റ്റ് ചെയ്യും, $10 വൈൻ ടേസ്റ്റ് ചെയ്യും. ആദ്യം $10 ആണ് ടേസ്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സ് രണ്ടാമത് പ്രൈസ് കാണിച്ചതിന് ശേഷം ഇത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ $100 ആണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. സെയിം വൈൻ തന്നെയാണ്. മുമ്പ് പ്രൈസ് കാണിക്കാതെ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത $10 $100 ആ സെയിം വൈൻ തന്നെയാണ് രണ്ടാമതും കാണിച്ചത്. പക്ഷെ വില കൂടുതൽ കാണിച്ച് അവർ ടേസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ബ്രെയിനിലെ ചില സെൽസുകൾ കൂടുതൽ എൻഹാൻസ് ചെയ്തു എന്നാണ് പറയുന്നത് പഠനങ്ങൾ നടത്തിയപ്പോൾ. അതായത് പ്ലഷർ കൂടുതൽ കിട്ടണ ആ ബ്രെയിനിലെ ചില സെൽസുകൾ കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും അവർക്ക് വില കൂടുതൽ കണ്ടപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി എന്നാണ് പറയണത്. അങ്ങനെ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് മാർക്കറ്റിലുണ്ട്. അതായത് വിലക്കുറവ് കണ്ടു കഴിഞ്ഞാൽ പരിസരത്തേക്ക് വരാത്ത കസ്റ്റമേഴ്സ്, നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്യാം. പിന്നെ പലപ്പോഴും വരുത്തുന്ന ഒരു പ്രശ്നമാണ് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസ് ഇടാൻ നേരത്ത് ഉള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധിക സമയവും നമ്മൾ അട്രാക്റ്റ് ചെയ്യണത് ആ വില കാണിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കസ്റ്റമേഴ്സ് അധികവും ഈ ചീപ്പ് പ്രൈസ് നോക്കി നടക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും. ഈ കസ്റ്റമറുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് വലിയ ലോയൽറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല അവർ വന്നേക്കണത്, പ്രൈസിൽ ആകൃഷ്ടരായിട്ടാണ് വന്നേക്കണത്. ഈ പ്രൈസ് ഇതിലും കുറവ് എവിടെ നിന്ന് കിട്ടുമെന്ന് അവർ മനസ്സിലാക്കുന്ന ആ സെക്കൻഡിൽ തന്നെ അവർ നിങ്ങളെ വിട്ടു പോകും. അപ്പോൾ അതൊരു നല്ല സ്ട്രാറ്റജി അല്ല എപ്പോഴും ഏറ്റവും ചീപ്പ് പ്രൈസിൽ വിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നേക്കാം, പല ബിഗ് ബ്രാൻഡുകളെല്ലാം അത് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം ജിയോ മാർട്ടൊക്കെ അത് ചെയ്യണ്ടല്ലോ. അവരെന്തിറക്കിയാലും ഇപ്പോൾ മൊത്തത്തിൽ റിലയൻസിൻ്റെ ഒരു സ്ട്രാറ്റജി അതാണല്ലോ, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റുകൾ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ വിജയിക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ കമ്പനികൾക്ക്, ചെറിയ സിംഗിൾ ഓണർ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾ അതേ സ്ട്രാറ്റജി ഹൈ വോളിയത്തിൽ പിടിക്കാം, ഒരുപാട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നിട്ട് പിടിക്കാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പക്ഷേ നടന്നോളണമെന്നില്ല. കാരണം വലിയ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും വേണം. ആ കോസ്റ്റ് മീറ്റ് ചെയ്ത് പോകാൻ നമുക്ക് നല്ല രീതിയിലുള്ള കസ്റ്റമറുടെ എണ്ണം കിട്ടണം. കോസ്റ്റ് മീറ്റ് ചെയ്ത് പോകണമെങ്കിൽ അത്തരം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബിഗ് ബ്രാൻഡുകൾ ചെയ്യണത് എപ്പോഴും നമുക്ക് മാതൃകയായിട്ട് എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു സിംഗിൾ ഓണർ കമ്പനിയിലൊന്നും അത് അധിക സമയം പരാജയത്തിൽ തന്നെ കലാശിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അധികം ആളുകളും ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണതിൻ്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏറ്റവും വില കുറച്ച് കൊടുക്കണതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷെയർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റിലൊരു വലിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. കേരളം
ഒരു സംസ്ഥാനമാണ്. അവിടെയും ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുടെ ബിസിനസ്സിൽ ഇന്ത്യയിലുള്ള എല്ലാവരും വരേണ്ട ആവശ്യമില്ല ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്തു പോകാൻ. കേരളത്തിലെ എല്ലാ മലയാളികളും നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടാർഗറ്റ് ചെയ്യണ ഒരു പ്രത്യേക സെഗ്മെന്റിലെ കസ്റ്റമർ തന്നെ ധാരാളം ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ $1 ബില്യൺ കമ്പനിയൊന്നും ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു വ്യക്തി എന്ന നിലക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആ ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സിനെ മതി. അപ്പം നല്ല രീതിയിൽ അത്തരം കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി പലർക്കും വരാനിരിക്കുന്ന ഒരു സംശയമാണ്, ഇത് പറയാൻ നേരത്ത് വില കുറച്ച് കൊടുക്കാൻ നേരത്ത് പാവപ്പെട്ടവരെ നമ്മൾ സർവീസ് ചെയ്യാറുള്ളൂ. പാവപ്പെട്ട കസ്റ്റമേഴ്സിന് ചീപ്പ് കസ്റ്റമറെ ഒഴിവാക്കി സമ്പന്നന് മാത്രം വിൽക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജി അത് നല്ലതാണോ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ചീപ്പ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാമ്പത്തികമായിട്ടില്ലാത്തവർ പാവപ്പെട്ടവരെന്നുള്ള അർത്ഥത്തിലല്ല. ചീപ്പ് കസ്റ്റമർ എന്ന് ഒരു ബിസിനസ് ടേംസിൽ ഉപയോഗിക്കാൻ നേരത്ത് ആ ചീപ്പ് കസ്റ്റമർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാവരും ഉണ്ട്. പാവപ്പെട്ടവരും ഉണ്ട്, പണക്കാരും ഉണ്ട്, എല്ലാ ക്ലാസ്സിലുള്ള ആളുകളും ഉണ്ട്. ഈ ചീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് മാത്രം നോക്കിയാണ് അവർ വാങ്ങുള്ളൂ. അതിലെല്ലാവരും പെട്ടു. അതിൽ പാവപ്പെട്ടവരും ഉണ്ട്, പണക്കാരും ഉണ്ട്. പണക്കാർ ചിലവരുണ്ടല്ലോ, സമ്പന്നരായിട്ടുള്ള കസ്റ്റമേഴ്സ് ചിലരുണ്ട്. ചീപ്പ് പ്രൈസ് മാത്രം നോക്കിയാണ് അവർ വാങ്ങുള്ളൂ. അവർ ചീപ്പാണ്. സമ്പന്നരാണെങ്കിലും ഇപ്പോൾ ബെൻസ് കാറിൽ വന്നിട്ടായിരിക്കും ബാർഗെയിൻ ചെയ്യണത്. അത്തരം കസ്റ്റമേഴ്സ് ഉണ്ട്. അതല്ലാതെ സമ്പന്നർക്ക് മാത്രം വിൽക്കുക, പാവപ്പെട്ടവന് കൊടുക്കരുതെന്നുള്ള അർത്ഥത്തിലല്ല. പലപ്പോഴും പല യൂട്യൂബ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചീപ്പ് പ്രൈസ്, ചീപ്പ് കസ്റ്റമർ, അതേപോലെ തന്നെ പ്രീമിയം കസ്റ്റമർ എന്ന് പറയാൻ നേരത്ത് ചീപ്പ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവനാണെന്ന് പലരും തെറ്റിദ്ധരിച്ച് വെക്കാറുണ്ട്. അത് അങ്ങനെയല്ല, പാവപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ ഉദാഹരണം ഒരു സാധാ കസ്റ്റമറുടെ കാര്യം നിങ്ങൾ എടുക്കുക. സാമ്പത്തികമായിട്ട് അധികം ഇല്ലാത്തൊരു കസ്റ്റമർ, ആ കസ്റ്റമർ ക്ലാസ്സിൽ തന്നെ പ്രീമിയം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു 5 കൊല്ലത്തേക്ക് ഞാൻ ഒരു ഷൂസേ ഉപയോഗിക്കണുള്ളൂ, സാമ്പത്തികമായിട്ടില്ല. പക്ഷെ ഞാൻ എടുക്കുമ്പോൾ നല്ല ഷൂസ് എടുക്കും. എടുക്കുമ്പോൾ 350 രൂപയുടെ ഷൂസ് എടുക്കൂല, 1000 രൂപയുടെ ഷൂസ് എടുക്കൂല, 3000 രൂപയുടെ ഷൂസ് ആയിരിക്കും അവിടെ എടുക്കുക. ആ സാമ്പത്തികമായിട്ട് ഇല്ലാത്തൊരു കസ്റ്റമറാണ്. പക്ഷെ അത് ചീപ്പ് കസ്റ്റമർ അല്ല അവരൊരിക്കലും. അവർ നല്ല കസ്റ്റമറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിലും എടുക്കുമ്പോൾ നല്ലത് എടുക്കുന്ന ആളുകളുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ പ്രീമിയം ക്ലാസ്സിൽ വന്ന കസ്റ്റമർ തന്നെയാണ്. എന്നാൽ നിങ്ങൾ സമ്പന്നരായിട്ടുള്ള കസ്റ്റമർ എടുത്ത് നോക്കി, അവർ നല്ല കാറിലെല്ലാം വരും, നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കും. പക്ഷെ പ്രൈസിൻ്റെ കാര്യം പറയാൻ നേരത്ത് സെയിൽസിൽ നിന്നിട്ടുള്ളവർക്ക് അറിയാം, അവർ വീണ്ടും അത് ചവിട്ടി താത്താൻ നോക്കും. ഒരു ബിസിനസ്സുകാരന് കോസ്റ്റ് ഉണ്ടെന്നും അവൻ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നും മനസ്സിലാക്കാതെ തന്നെ പലരും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ പാവപ്പെട്ടവന് വിൽക്കാൻ പാടില്ല, പണക്കാരന് വിൽക്കണമെന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഒരിക്കലും ഈ ചീപ്പ് കസ്റ്റമർ എന്നുള്ളത് ബിസിനസ് ബുക്സുകളിലെല്ലാം നിങ്ങൾ കണ്ടുവന്നത്. അത് ചീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിലെല്ലാ ക്ലാസ്സും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് സാധാരണ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഒറ്റ തവണ ഒരു പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. ഒരു വാച്ച് എടുത്തു കഴിഞ്ഞാൽ അവർ 10 കൊല്ലം ചിലപ്പോൾ ഉപയോഗിക്കും. പക്ഷേ എടുക്കുമ്പോൾ നല്ല വാച്ചാണ് അവരെടുക്കുക. അതെല്ലാം പ്രീമിയം ക്ലാസ്സിൽ ഉൾക്കൊള്ളാവുന്ന നല്ല കസ്റ്റമേഴ്സാണ് അവരെല്ലാം. അപ്പോൾ ഇതൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. ചീപ്പ് കസ്റ്റമർ എന്ന് പറയാൻ നേരത്ത് പാവപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയണത്. ബിസിനസ് ബുക്സുകളിലെല്ലാം അത് പറയുമ്പോൾ അവരത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പ്രൈസ് വീണ്ടും ചവിട്ടി താത്തി നിങ്ങളുടെ കോസ്റ്റിനേക്കാൾ താഴെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് ബാർഗെയിൻ ചെയ്ത്, അവരെയാണ് ശരിക്കും ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ബുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഹൗ ടു സെൽ അറ്റ് മാർജിൻസ് ഹയർ ദാൻ യുവർ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അതിൻ്റെ. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടും. ബുക്കിൻ്റെ പേര് ഹൗ ടു സെൽ അറ്റ് മാർജിൻസ് ഹയർ ദാൻ യുവർ കോമ്പറ്റീറ്റേഴ്സ് ബൈ ലോറൻസ് എൽ സ്റ്റൈമെറ്റ്സ്. സൈഡിൽ കൊടുത്തേക്കാം എന്താണെന്നുള്ളത്. ആ ബുക്കിൻ്റെ കവർ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.